ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം വറുത്ത് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഞാനൊരു 6 വിസിലിന് ശേഷം കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് വരട്ടാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 പീസ് രമ്പയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. രമ്പയില ഇല്ലെങ്കിൽ 1 പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് 1/2 ടീസ്പൂൺ ബീഫ് മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് വരട്ടിയിട്ടെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇതാ നമ്മളെ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.